ബിഗ് ബോസ് മലയാളം സീസൺ 6-ൻ്റെ ലൈവ് അപ്ഡേറ്റ്സ് എന്തുകൊണ്ടാണ് ഇപ്പോൾ പബ്ലിക് പിആർ എന്ന ഈ ഒരു ചാനലിൽ വരാത്തത്? ഞാനിവിടെ ലൈവും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു ലൈവ് ഇപ്പോൾ ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് ഒരു NCC ക്യാമ്പിലേക്ക് വരേണ്ടി വന്നു. ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന വിദ്യാർത്ഥിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ആർമി അറ്റാച്ച്മെൻറ്റ് ക്യാമ്പ് നമ്മുടെ ട്രിവാൻഡ്രം പാൻകോട് നമ്മുടെ മിലിറ്ററി ക്യാമ്പിലേക്ക് വരേണ്ടി വന്നു പെട്ടെന്ന്. ആ ഒരു ആർമി അറ്റാച്ച്മെൻറ്റ് ക്യാമ്പ് കിട്ടിയിട്ട്. അപ്പോൾ ഇനിയുള്ളൊരു 12 നാളുകൾ ഇപ്പോൾ അറ്റാച്ച്മെൻറ്റ് ക്യാമ്പിൽ തന്നെ ആയിരിക്കും. ഈ ഒരു സമയത്ത് ലൈവ് കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് റെക്കോർഡ് ചെയ്ത് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് തന്നെയാണ് ഇത്രയും നേരമായിട്ടും ഒരു ലൈവ് അപ്ഡേറ്റ് പോലും ഞാൻ ചെയ്യാതിരുന്നത്. ലൈവ് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ലൈവിൽ നല്ല രീതിയിൽ തന്നെ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്ക് ഫസ്റ്റ് ഡേ തന്നെ ബിഗ് ബോസ് അങ്ങാട് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ ഒരു അടി നല്ല രീതിയിൽ ഇന്നലെ ബിഗ് ബോസ് ഹൗസിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലൈവിൽ ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ഒരു ചെളിയിലൂടെ ബോൾ പറക്കുന്ന ടാസ്കിൻ്റെ സെക്കൻഡ് റൗണ്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അസീറോക്കിയൊക്കെ ഫസ്റ്റ് റൗണ്ടിൽ നല്ല രീതിയിൽ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജാസ്മിൻ ജാഫറിനെ നല്ല രീതിയിൽ പ്രൊവോക്ക് ചെയ്യുന്ന ഒരു ഗെയിമാണ് നമ്മുടെ അസീറോക്കി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. കാരണം നമുക്കറിയാം സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് നമ്മുടെ ജാസ്മിൻ ജാഫർ എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യത്തിന് ഫാൻ ബേസ് ഉള്ള ആ ഒരു വ്യക്തിയെ അതിനേക്കാളും ഒരുപടി മുകളിൽ നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ആ ഒരു ഫോക്കസ് എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ വോട്ടും കാര്യങ്ങളൊക്കെ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അസീറോക്കിയിലേക്ക് വരും എന്നുള്ള കാര്യം പുള്ളിക്കാരൻ അറിയാം. അതുകൊണ്ട് തന്നെ കുറച്ച് ഷോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷോ ആണ്, എന്നാലും നമുക്ക് കണ്ടിരിക്കാം. ഇപ്പോൾ നമ്മുടെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ സെക്കൻഡ് റൗണ്ടിൽ നമ്മുടെ ശ്രീരേഖയ്ക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ആ ഒരു ചെളി പറക്കലിൻ്റെ ഇടയിൽ ആ ഒരു ചെളിയിൽ നിന്ന് ബോൾ പറക്കിക്കൊണ്ട് ഓടുന്ന ഒരു സമയത്താണ് ശ്രീരേഖയ്ക്ക് പരിക്കേറ്റത്. ഈ ഒരു സമയത്ത് ആ ഒരു ക്യാപ്റ്റൻസി ടാസ്ക് അവിടെ വെച്ച് അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും ആ ഒരു ശ്രീരേഖയ്ക്കൊപ്പം തന്നെ നിൽക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ലൈവ് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നത്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ 24 മണിക്കൂറും ഇങ്ങനെ കാണാൻ പറ്റില്ല. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ആയിട്ട് ഇവിടെ സമയം കിട്ടുന്നതനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇടുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് ആരും ലൈവ് അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് അൺസബ് ചെയ്ത് പോകരുത്. തീർച്ചയായിട്ടും നമ്മൾ പഴയ ഒരു പവറോട് കൂടി തന്നെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു ലൈവ് അപ്ഡേറ്റ് ആയിട്ട് കാണാം. താങ്ക്